വെഞ്ചരിച്ച കുരുത്തോലകളും കയ്യിലേന്തി ദൈവപുത്രന് ഓശാന പാടിക്കൊണ്ട് ഓശാന തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളത് വിശ്വാസികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പുണ്യ കർമ്മമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഓശാന തിരുനാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം പ്രവേശിക്കുന്നത് വിശുദ്ധ വാരത്തിലേക്കാണ് എന്ന സത്യം കൂടി തിരുസഭാ മാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ വാരത്തിൻ്റെ ആദ്യവും അന്ത്യവും വളരെ സന്തോഷത്തിൻ്റെ സദ്വാർത്തകളാണ്. മിശിഹായുടെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തിലൂടെ വിശുദ്ധവാരം ആരംഭിക്കുമ്പോൾ മഹിമപ്രതാപങ്ങളോടെയുള്ള അവിടുത്തെ ഉത്ഥാനത്തിലാണ് വിശുദ്ധവാരം സമാപിക്കുന്നത്. ഈ രണ്ട് സന്തോഷങ്ങൾക്കിടയിൽ ഒരുപാട് സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും ചോരച്ചാലുകളുടെയും വഴികൾ കർത്താവ് നടന്നു നീങ്ങുന്നത് വിശുദ്ധവാരത്തിൽ നാം തിരിച്ചറിയുന്നതാണ്. വാസ്തവത്തിൽ എല്ലാം ദൈവത്താൽ നിയന്ത്രിതം എന്നുള്ളത് ഈ വിശുദ്ധവാരത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ധ്യാന വിഷയമാണ്. ബേത്ഥഗ എന്ന ഗ്രാമത്തിൻ്റെ വഴിയോരത്ത് കെട്ടിയ ഒരു കഴുതക്കുട്ടി പോലും കർത്താവിൻ്റെ കണ്ണിൽ പെടാതെ പോകുന്നില്ല. 2 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു വളവിലെ ഒലിവ് മരത്തിൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടി കർത്താവ് തൻ്റെ ദീർഘദൃഷ്ടി കൊണ്ട് കണ്ടു എന്നും അതിനെ അഴിച്ചുകൊണ്ടുവരാൻ ശിഷ്യന്മാരെ നിയോഗിച്ചുവെന്നും അതിനെ അഴിക്കുമ്പോൾ നിങ്ങളോട് എന്തിനാ അതിനെ അഴിക്കുന്നതെന്ന് അതിൻ്റെ ഉടമസ്ഥർ ചോദിക്കുമെന്നും കർത്താവ് അറിഞ്ഞിരുന്നു. അവർക്ക് പറയാനുള്ള മറുപടിയും കൊടുത്താണ് കർത്താവ് ശിഷ്യരെ അയക്കുക. പ്രിയപ്പെട്ടവരെ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാം ദൈവം അറിയുന്നു എന്നുള്ളത്. അവിടുന്ന് അറിഞ്ഞ്, അവിടുന്ന് അനുവദിച്ച്, അവിടുന്ന് തിരുമനസ്സാകുന്നത് പോലെയാണ് എല്ലാം സംഭവിക്കുന്നത്. അത് ദൈവപുത്രനായ ഈശോയുടെ ജീവിതത്തിൽ മാത്രമല്ല, നാം എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുത്തെ അറിവോടെ, അനുവാദത്തോടെ, തിരുമനസ്സോടെ അല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വലിയ സത്യം നമുക്ക് ഈ ഓശാന ഞായറാഴ്ചയിൽ തിരിച്ചറിയാം. കർത്താവിന് ഇതുകൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയാനാണ് ഈശോ ശിഷ്യരോട് പറഞ്ഞത്. ഈ രക്ഷാകര പദ്ധതി കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ഈ സഹനം കൊണ്ട്, നിന്റെ ഈ നഷ്ടം കൊണ്ട്, നിന്റെ ജീവിതത്തിൻ്റെ തകർച്ച കൊണ്ട്, നിന്റെ ജീവിതത്തിൻ്റെ കണ്ണുനീര് കൊണ്ട്, രോഗം കൊണ്ട് കർത്താവിന് തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവിന് ഒരു കഴുതക്കുട്ടിയെ ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാൻ ഈ കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുണ്ട് എന്നാണ് അവിടുന്ന് അരുളി ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാനുള്ള വഴിയിലാണ്. ആ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാൻ നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഇനി പെസഹ വ്യാഴത്തിലും ദുഃഖവെള്ളിയിലും ദുഃഖശനിയിലും ഒക്കെ നാം ധ്യാനിക്കുന്ന ഒരുപാട് സങ്കടങ്ങളുടെ വഴികളുണ്ട്. അവയൊക്കെയും ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമാണ്. ഇവിടെ ഈ പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം എപ്പോഴും കേൾക്കുന്നത് ഒരു വചനമുണ്ട്. ഇപ്രകാരം സംഭവിച്ചത് അവിടുന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. ഇന്ന് വായനകളിലെല്ലാം നാം ശ്രവിച്ചു, സിയോൻ പുത്രി ആനന്ദിച്ച് ആഹ്ലാദിക്കുക, നിന്റെ രാജാവിത കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് സുവിശേഷകൻ ആവർത്തിച്ച് പറയുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, ഒന്നും യാദൃച്ഛികമായി ആനുഷംഗികമായി സംഭവിക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതിനെയും യാദൃച്ഛികമെന്നും അവിചാരിതമെന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഓർക്കുക,
ഒന്നും യാദൃച്ഛികമല്ല എന്ന് കർത്താവ് തിരുവചനത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവയെല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി, തിരുവചനങ്ങളുടെ പൂർത്തീകരണം, അതിന് ഇവയെല്ലാം ആവശ്യമുണ്ട് എന്ന സത്യം ഓർക്കുക. എന്തിനാണ് കർത്താവ് ഇപ്രകാരം ഒരു ജൈത്രയാത്രയ്ക്ക് വഴിയൊരുക്കുന്നത്? സാധാരണഗതിയിൽ അവിടുന്ന് സ്തുതികീർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനും ആർക്കെങ്കിലും രോഗശാന്തി കൊടുത്താൽ അതൊരു മനുഷ്യനോടും മിണ്ടരുത് എന്ന് വ്യവസ്ഥ വയ്ക്കുന്നവനുമായ കർത്താവ് ഇന്ന് സ്വമേധയ തനിക്ക് വേണ്ടി ഒരു രാജകീയ വരവേൽപ്പൊരുക്കുകയാണ്. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഓശാന ഗീതികൾ അത് ഭൂമിയുടെ കീർത്തനമല്ല, അത് സ്വർഗത്തിൻ്റെ കീർത്തനമാണ്. വെളിപാട് പുസ്തകം പറയുന്നു, കുരുത്തോലകൾ കൈകളിലേന്തി വെള്ളവസ്ത്രം ധരിച്ച് കൊല്ലപ്പെട്ട കുഞ്ഞാടിന് ഓശാന പാടിക്കൊണ്ട് നടന്നു നീങ്ങുന്ന അനേക വൃന്ദം മനുഷ്യരെ, എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം വലിയ ജനസംഖ്യയായ മനുഷ്യരെ ഞാൻ കണ്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന എന്നത് സ്വർഗത്തിൻ്റെ ഗീതമാണ്. കർത്താവ് സ്വർഗീയ ജെറുസലത്തേക്കാണ് ഇവിടെ പ്രവേശിക്കുന്നത് എന്ന സത്യം കൂടി നമ്മൾ ധ്യാനിക്കണം. ജെറുസലേം എന്നത് വെറുമൊരു നഗരമല്ല, അത് സ്വർഗീയ ഇടത്തിൻ്റെ പ്രതീകമാണ്. ഈ ഭൂമിയിലെ സ്വർഗം എന്ന് വിശുദ്ധ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ജെറുസലേം നഗരത്തെക്കുറിച്ച്. ആ ജെറുസലേമിലേക്ക് കർത്താവ് പ്രവേശിക്കുമ്പോൾ ഓശാന ഗീതികൾ പാടി. ഇന്നല്ലാതെ മറ്റൊരു ദിവസവും കർത്താവിനെ ആരും ഓശാന പാടി എതിരേൽക്കുന്നതോ സംബോധന ചെയ്യുന്നതോ നാം കാണുന്നില്ല എന്നുകൂടി തിരിച്ചറിയുമ്പോൾ കർത്താവ് ബോധപൂർവം ശിഷ്യരെ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്ക് ആണ് താൻ കടന്നു പോകുന്നത് എന്നും താൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സഹനങ്ങളൊന്നും പാഴായി പോകുന്നതല്ല എന്നും അവയൊക്കെയും സ്വർഗത്തിലേക്കുള്ള വിവിധ പടവുകൾ മാത്രമാണ് എന്നും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഓശാനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വീണ്ടും നാം മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്. ആളുകളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് മാറി മറിയും എന്നുള്ളത്. ഇന്ന് ഓശാന പാടിയവർ ഇതേ വഴിയിൽ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആർത്തു വിളിക്കുന്നത് നാം കാണാൻ പോകുന്നതേയുള്ളൂ. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് മാത്രം ധ്യാനിക്കുക, മറ്റുള്ളവരെന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, നമ്മളെക്കുറിച്ച് അവരുടെ വിലയിരുത്തൽ എന്താണ്, സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എന്നൊക്കെ നോക്കാൻ വിശ്വാസിക്ക് കടമയൊന്നുമില്ല. വിശ്വാസിയോട് ദൈവം ആവശ്യപ്പെടുന്നത് നിന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി എന്ത് എന്ന് മനസ്സിലാക്കാൻ. ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായവരൊക്കെയും നമ്മളെ ഒറ്റപ്പെടുത്തുകയും നമ്മളിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. ശിമയോൻ പത്രോസ് മുന്നിൽ നിന്ന് മിശിഹായിക്ക് ഓശാന വിളിച്ചവൻ 4 നാൾ കഴിയുമ്പോൾ വിളിച്ചു പറയും, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല, അവനെ ഞാൻ കണ്ടിട്ടില്ല. പത്രോസ് ശപിക്കാനും ആണയിടാനും തുടങ്ങി എന്ന് സുവിശേഷകൻ എഴുതി വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് പ്രതീക്ഷ വെച്ചവരൊക്കെ പെട്ടെന്ന് നമ്മളെ കൈവിടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ആരും നിരാശപ്പെടരുത്. അതും ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ കാലവും മിശിഹായ്ക്ക് ജനം ഓശാന വിളിച്ചാൽ അവൻ്റെ കുരിശ് മരണം എന്നത് അസാധ്യമായി തീരും. ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവൻ്റെ കുരിശിലെ മരണമെങ്കിൽ ആ കുരിശ് മരണത്തിന് വഴിയൊരുക്കാൻ ചില യൂദാസുമാരും ചില പത്രോസുമാരും ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടവും നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള കയ്യാപ്പാസും പീലാത്തോസും ഒക്കെ ആവശ്യമുണ്ട് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് എതിരായ വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, നാം വിശ്വസിച്ചവരൊക്കെയും നമുക്കെതിരായി നിൽക്കുമ്പോൾ
നമ്മെ ധൈര്യപ്പെടുത്തി മുന്നോട്ടേക്ക് നീക്കി നിർത്തിയവര് നമ്മളെ പിന്നിൽ നിന്ന് പാലം വലിക്കുമ്പോൾ ഒക്കെയും ഈ ഓശാനയുടെ അനുഭവം കർത്താവ് നമുക്ക് തരുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, നിന്നെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കിയത് ജനമല്ല, നിന്നെക്കുറിച്ച് രക്ഷാകരമായ പദ്ധതി ഒരുക്കിയത് നിന്റെ പ്രിയപ്പെട്ടവരോ വീട്ടുകാരോ നിന്റെ അനുയായികളോ ആരാധക വൃന്ദമോ ഒന്നുമല്ല. നിന്നെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കിയവൻ ദൈവമായ കർത്താവാണ് എന്ന തിരിച്ചറിവ് വേണം. അവൻ്റെ പദ്ധതിയെ നടക്കുകയുള്ളൂ, അവൻ്റെ പദ്ധതി മാത്രമേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. അതിന് കർത്താവ് നമ്മളിൽ നിന്ന് ചില സഹനങ്ങളും ഒറ്റപ്പെടലുകളും ചില അധിക്ഷേപങ്ങളും അപമാനങ്ങളും ആവശ്യപ്പെടുമ്പോൾ അവിചാരിതമായ എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നമ്മൾ നിരാശപ്പെടുകയോ തളരുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഈ ഓശാനയുടെ വൈരുദ്ധ്യാത്മികത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും എക്കാലവും ഒരേ മനസ്സോടെ നമ്മളോട് പ്രവർത്തിക്കുന്നില്ല, പെരുമാറുന്നില്ല എന്നുള്ള സങ്കടങ്ങളിൽ ആരും തളരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ മനുഷ്യർക്ക് എല്ലാ കാലവും എപ്പോഴും ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ പിന്തുണ നൽകി ഒപ്പം നിൽക്കാനൊന്നും പറ്റില്ല. മനുഷ്യൻ്റെ വിചാരങ്ങളും വികാരങ്ങളുമൊക്കെ കാലത്തിനും ദേശത്തിനും അതീതമായി മാറിപ്പോകും. മാറാതെ നിൽക്കുന്നവൻ ദൈവമാണ്, മാറ്റമില്ലാത്തവൻ അവൻ മാത്രമാണ് എന്നും അവൻ്റെ പദ്ധതിയുടെ പേരാണ് രക്ഷാകര പദ്ധതി എന്നും തിരിച്ചറിയാൻ ദൈവമായ കർത്താവ് ഈ ഓശാനയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, അവസാനമായി നമ്മുടെ കർത്താവിൻ്റെ എളിമയെ ധ്യാനിക്കേണ്ടതാണ്. സ്വർഗത്തിലേക്കാണ് നീ നടക്കുന്നത് എങ്കിൽ, നീ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് മുമ്പോട്ട് നീങ്ങുന്നത് എങ്കിൽ, നിന്റെ ഉള്ളിൽ സ്വതവേ രൂപം കൊള്ളേണ്ട വികാരമെന്നത് എളിമയുടെ വികാരമാണ്. വിനയാന്വിതനായി കഴുതപ്പുറത്തേറുന്ന കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് താൻ നടന്നു നീങ്ങുന്നത് കേവലം ജെറുസലേം പട്ടണത്തിൽ ജനാരവങ്ങൾക്ക് നടുവിലേക്കല്ല, മറിച്ച് സ്വർഗത്തിലേക്കാണ് എന്ന ബോധ്യമുണ്ടായിരുന്നവന് സ്വർഗത്തിൽ കയറാൻ വേണ്ട ഏറ്റവും അടിസ്ഥാന മൂല്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് അഹന്ത എന്നുള്ളത് പടിക്ക് പുറത്ത് നിർത്തിയാൽ സ്വർഗത്തിൽ സ്ഥാനമുള്ളൂ. ലൂസിഫർ എന്നൊരു മാലാഖ, മുഖ്യദൂതനായിരുന്നവൻ എങ്ങനെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായെന്ന് സഭാപാരമ്പര്യം പഠിപ്പിക്കുന്നുണ്ട്. അവൻ ദൈവത്തോട് ധിക്കാരം പറഞ്ഞു. അവൻ്റെ അഹന്തയെ അവൻ ബലൂൺ പോലെ ഊതി ഉയർപ്പിച്ചപ്പോൾ ദൈവമായ കർത്താവ് അഹന്തയുടെ കുമിളകൾ പൊട്ടിച്ച് അവനെ സ്വർഗത്തിൻ്റെ പടിക്ക് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം അത് വിനയം കൊണ്ട് മാത്രം സ്വന്തമാക്കാവുന്ന സത്യമാണ്. സ്വർഗത്തിൻ്റെ വഴി അത് വിനയത്തിൻ്റെ വഴിയാണ്. ആരാണോ അഹന്തയോടെ സംസാരിക്കുന്നത്, താൻപോരിമയുടെ ഭാഷ നടത്തുന്നത്, അവരെല്ലാവരും സ്വർഗത്തിൻ്റെ വിരുദ്ധമായ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന സത്യം ഓർക്കുക. ദൈവം നടത്തുന്ന വഴിയെ നടക്കുന്നവൻ്റെ സ്വാഭാവിക വികാരവും എളിമയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദിശാബോധമുള്ളതാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധവാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഓർക്കുക, പരമമായ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ചില പെസഹാവ്യാഴങ്ങളും ഗത്സമനിയും ദുഃഖവെള്ളിയും കുഴിമാടത്തിൻ്റെ ഏകാന്തതയുമൊക്കെ നമ്മളും കടക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. വിശുദ്ധവാരം നമ്മുടെ ജീവിതത്തിൻ്റെ നടുച്ഛേദം തന്നെയാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് ഈ പുണ്യവാരത്തിലേക്ക് പ്രവേശിക്കാം.
എല്ലാവരെയും കർത്താവ് സ്വർഗ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ